ടെസ്റ്റ് വന്ന ബൈ നോക്കാം. ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടി ബെറ്റർ ആണ് ബൈ ചെയ്യാനായിട്ട്. ഒരു ബൈ നോക്കുന്നത് തെറ്റുണ്ടോ? എന്താ ഇല്ല ഇല്ല, ഇത് സ്കാൽപ്പാണ്. പറയാം, നിങ്ങൾ ഒരു ബാങ്ക് നിഫ്റ്റി ഒരു ബൈ എടുത്ത് വെച്ചു, പാർഷ്യൽസ് ബുക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ വെച്ചോണേ. 25 പോയിന്റ്സ് ആയില്ല, 20+ പോയിന്റ്സ് ആയല്ലോ. അപ്പൊ എക്സിറ്റ് ചെയ്ത് നല്ല പോയിന്റ് അത്. 27 മുകളിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 50 പോയിന്റ് പിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ എന്നും 10:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എക്സിറ്റ് ആയ മൊത്തം ട്രേഡ് ചെയ്യുന്നത് ഇതിന്റെ ലോയിന്റെ അടിയിൽ കൊണ്ട് വെച്ചിരുന്നത്. ഇപ്പൊ ഹയർ എടുത്തു അരവിന്ദന്റെ കുഴപ്പമില്ല, ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ. ഇപ്പൊ ഉള്ള ക്യാൻഡിലൊക്കെ അത്യാവശ്യം നല്ല ഓർഡേഴ്സ് വന്നിട്ട് അപ്പൊ നോക്കാം നേരത്തെ എന്തായാലും എൻട്രി സെറ്റപ്പ് കിട്ടുമോ. ഹലോ ഹലോ, കേൾക്കാവോ? കേൾക്കാം. എങ്ങനെയുണ്ട് മാർക്കറ്റ്? ഒരു മിനിറ്റ്, ഞാൻ നോക്കി നോക്കട്ടെ. കാരണം രാവിലെ പോലെ കാര്യത്തിന് ഞാൻ രാവിലെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു? അല്ല, ഞാൻ രാവിലെ വാച്ച് ചെയ്ത് ഗ്യാപ്പ് ഇന്നലെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോ രാവിലെ അലേർട്സ് ഒക്കെ കൂടെ ഇരുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇന്നലെ നമ്മൾ ഫോറക്സ് നോക്കാൻ കാര്യം എനിക്ക് 2 SL ഇന്നലെ മേടിച്ചേനെ. ആ 2 ഡ്രീം ഉറപ്പായിട്ടും അങ്ങനെ. കാരണം അവിടെ നിന്ന് പിന്നെ ഒന്നും നടന്നിട്ടില്ല, ആ റേഞ്ച് നടന്നു. ഞാൻ രാവിലെ എനിക്കിത് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതില് കുറച്ച് പീക്സ് വന്നായിരുന്നു. കുഴപ്പമില്ലാണ്ട് ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ നിഫ്റ്റിയിലും നിഫ്റ്റിയിലും റീസെന്റ്. വൈകിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻട്രി എടുത്ത് സെല്ല്. അതെല്ലാരും പോയില്ലേ, അടുത്തല്ലേ ബൈ ഗൈസ് പറഞ്ഞു പോയത്. അത് കഴിഞ്ഞപ്പോ ഞാൻ ഒറ്റയ്ക്ക് സെല്ല് എടുത്തേക്ക്. സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. അനന്തോന് സംസാരിക്കാൻ വേണ്ടിയാണോ സ്പീക്ക് റിക്വസ്റ്റ് കൊടുത്തേക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ അനന്തു? നിങ്ങളുടെ പിന്നെ സ്ക്രീനിൽ ആ കൈയുടെ സ്ഥിത അത് സ്പീക്ക് റിക്വസ്റ്റ് ആണ്. ആർക്കെങ്കിലും സംസാരിക്കാൻ എന്തെങ്കിലും ബൈ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ഒരു 10-45. എനിക്കും ബൈ ആയിരുന്നു കേട്ടോ. കുറച്ച് റിവേഴ്സൽ വരും. നിഫ്റ്റി നിൽക്കുന്ന ഏരിയ ഇല്ലേ, അവിടെ നല്ല രീതിക്ക് റിവേഴ്സലിനും ഒരു ചാൻസ് ഉണ്ട്. കൺഫേമായിട്ടില്ല. ഈ ഇപ്പൊ നിൽക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അവിടെ പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? സ്ക്രീൻ ഷെയറിംഗ് അല്ല, ഞാനൊന്നും മാർക്ക് ചെയ്തോട്ടെ. നമ്മള് 2 കൊടുത്തോ? സ്പ്ലിറ്റ് ചെയ്ത് അയക്കാൻ പറ. ട്രാൻസാക്ഷൻ പാടായി. ട്രേഡ് എടുത്ത ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഇതിനിപ്പോ കാണുന്നുണ്ടോ? every 15 minutes to check stop 3 PM. നിഫ്റ്റി ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പോയാലേ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പറ്റും. സ്ക്രീൻ ഓൺ ആണല്ലോ, സ്ക്രീൻ കാണുന്നില്ലേ? ഇത് റിവേഴ്സിൽ അതോ ഇത് ആവണമെങ്കിൽ ഈ ഏരിയ ബ്രേക്ക് ആവണം. അപ്പം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കേൾക്കാവോ? വളരെ വളരെ നന്നായി. അങ്ങനെയാണ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യും. മാത്രമായിരിക്കും സംസാരിക്കും. അതെന്താ ഇഷ്യൂ വരുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ലേ. അറിയില്ല. പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? അതോ തിരിച്ചറിഞ്ഞ നിഫ്റ്റി അപ് ട്രെൻഡ് തന്നെ ആയിരിക്കാം കറന്റ് സിനാരിയോ. പക്ഷെ നിഫ്റ്റിയിൽ ഇത് ബ്രേക്ക് ആവാണ്ട് എടുക്കുന്നത് വെച്ച് റിസ്കിയാണ്. ഇത് ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാണ്. ചിലപ്പോ അവിടെ നിന്ന് റിവേഴ്സൽ അടിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഒരു തീരുമാനം ആവട്ടെ. പിന്നെ ബെറ്റർ ആണ് രാവിലെ തൊട്ട്. കണക്ട് ആയില്ലേ? 2 ദിവസങ്ങളിൽ ഞാൻ ഇപ്പം ഈ നിഫ്റ്റി ഒരു പുതിയ ഹൈ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യാറില്ല. കറന്റ്ലി എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റിയാണ് കുറച്ചുകൂടി ബെറ്റർ. സ്ക്രീൻ കട്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി റിവേഴ്സൽ നോക്കാമോ? ഇതാ ബാങ്ക് കറന്റ്ലി റിവേഴ്സലിനുള്ളൊന്നുമില്ല ബ്രോ, ട്രെൻഡിങ് തന്നെയാണ്. നിഫ്റ്റി അത് ബ്രേക്ക് ആവുകയും ചെയ്തല്ലോ ഏരിയ. നമുക്ക് തിരിച്ചൊരു റീടെസ്റ്റ് വന്ന ബൈ നോക്കാം. ഇത് പോസ്റ്റ് ഇട്ടായിരുന്നു ഒരു സെക്കൻഡ്. സ്ക്രീൻ കാണുന്നുണ്ടോ? പ്രോപ്പർ ആയിട്ട് ഉണ്ടാക്കിയില്ലല്ലേ? ചാൻസ് ഉണ്ട്. ഇനി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ബ്രോ. നിഫ്റ്റി ഇത് പ്രോപ്പർ ആയിട്ടൊരു ഹൈ ഇട്ടട്ടെ.
ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടി ബെറ്റർ ആണ് ബൈ ചെയ്യാനായിട്ട്. നമുക്കൊരു ബൈ ഓപ്ഷൻ തരാതെ കേറിപ്പോയല്ലോ. അല്ലെങ്കിൽ ആ ബൈ ഉണ്ടായിരുന്നല്ലേ, അല്ലെങ്കിൽ ബൈ കിട്ടൂലായിരുന്നോ? ഒന്ന് ചെറുതായിട്ട് ഇറങ്ങിയാൽ അറിയാമായിരുന്നു. അങ്ങനെ നമുക്കൊരു ബൈ എടുക്കും. കിട്ടേണ്ടതാണ്. ഇതിന്റെ സെൻസെക്സിന്റെ എക്സ്പയറി അല്ലേ? ക്യാൻഡിൽസ് ഉള്ളൊരു സുഖമുള്ള ക്യാൻഡിലേ, എന്തോ ക്യാൻഡിൽ കണ്ടിൽ സുഖമില്ല. ക്യാൻഡിൽ ഇറങ്ങുന്നുണ്ടല്ലോ. ഉണ്ട്. ഇല്ലാത്ത ഇല്ല ബ്രോ, ഒരു ബൈ ഉണ്ടായിരുന്നു 45 ഒരു ബൈ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എന്തെങ്കിലും കൺഫർമേഷൻ വരികയാണെങ്കിൽ ഒരു ബൈ എടുക്കാം. എക്സോഷൻ കിട്ടിയിട്ട് പിന്നെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് പോയാൽ നല്ല ട്രേഡ് കിട്ടി. ചെറിയൊരു ട്രേഡ് നോക്കാമല്ലോ. എന്തായാലും എല്ലാവരും ബാങ്ക് ഒന്ന് എടുത്ത് ചെറിയ രീതിയിൽ ഒരു ഇടാൻ പാകം. ഇങ്ങനെയാണ് കയറുന്നത്. ഒന്നുകൂടെ ഒത്തിരി ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ കയറാനാണ് ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഉദ്ദേശിച്ചത്. അത് നോക്കണ്ട ബ്രോ, അറിയില്ല. ഒരു ബൈ നോക്കുന്നത് തെറ്റുണ്ടോ? എന്താ ഇല്ല ഇല്ല, നോക്കാം. ചെറിയ റിസ്ക് എടുത്താൽ മതിയേ. സ്കാൽപ്പാണ്. 1 മിനിറ്റിന്റെ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിനൊക്കെ പോവാതെ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പറയാം, നിങ്ങൾ ഒരു ബാങ്ക് നിഫ്റ്റി ഒരു ബൈ എടുത്തു വെച്ചോ, എന്നിട്ട് ആ സെക്ഷന്റെ ലോയില് കേട്ടോ ടാർഗറ്റ് പോണേ. ബ്രേക്ക് ചെയ്യാൻ വെച്ചോ, പാർഷ്യൽസ് ബുക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ വെച്ചോണേ. 25 പോയിന്റ്സ് ആയില്ല, 20+ പോയിന്റ്സ് ആയല്ലോ. കിട്ടിയിട്ടുണ്ട്. കിറ്റ് ചെയ്യേണ്ടവർക്ക് കിറ്റ് ചെയ്യാട്ടോ. 500 ടാർഗറ്റ് ചെയ്ത് വെച്ചോ, ബാക്കി എക്സിറ്റ് ചെയ്തോ. ആണോ? നല്ലൊരു എക്സിറ്റ് ചെയ്തു, നല്ല പോയിന്റ് അത്. ഞാൻ ചെറിയ പോർഷൻ മാത്രമേ വെക്കുന്നുള്ളൂ 500. ബാക്കി ബ്രേക്ക് ചെയ്യാനാക്കി മേജറും എക്സിറ്റ് ചെയ്തു. 2.27 മുകളിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാനൊരു 50 പോയിന്റ് പിടിച്ചിട്ടുണ്ട്. 45 ഒക്കെ ബാങ്ക് നിഫ്റ്റിയില് ബൈ. നമ്മളിപ്പോ എന്നും 10:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ട്രയൽ ടെസ്റ്റ് എല്ലാം അടിച്ച് ബേസ്. ഞാൻ എക്സിറ്റ് ആയ മൊത്തം ട്രേഡ് ചെയ്യുന്നത് ലോയിന്റെ അടിയിലെ കൊണ്ട് വെച്ചിരുന്നത്. കുഴപ്പമില്ല, ഇമോഷൻ കൺട്രോൾ ഇല്ല. എനിക്ക് ആദ്യം അവിടെയായിരുന്നു. ഞാൻ ഈ ഓപ്ഷൻ ചാർട്ട് റൺ ചെയ്തോണ്ടിരുന്നപ്പോ ട്രേഡിംഗ് വ്യൂല് ചാർട്ട് നോക്കിയില്ല. അപ്പൊ ഇത് ഹൈ എടുക്കേണ്ടതാണ് എന്ന് ഓർത്തിട്ടാണ് ഞാൻ അതുകൊണ്ട് 500 എന്ന് പറഞ്ഞത്. ഇത് ഇതുവരെ എത്തിയാലും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ടൈറ്റ് ആക്കി ചെറിയ 20% ഉണ്ടായിരുന്നു. ഇല്ല, നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയല്ലോ. പക്ഷേ എന്റെ ഏഞ്ചൽ എന്തോ ഒരു പ്രശ്നമാണ്. അല്ല, ഞാനെന്നെ മാർക്കറ്റ് മോശമില്ലാത്ത മൂവ്മെന്റ് ഒക്കെ ആയപ്പോ ഞാൻ കരുതി ഇത് ഇന്ന് എനിക്ക് ആ ഏരിയ ഇല്ല ഇവിടെ. ഇതിന്റെ മുകളിൽ പ്രൈസ് നിൽക്കണം, ആ കൺഫർമേഷനും കൂടെ ഉണ്ടായിരുന്നു. അതാ ഓൾമോസ്റ്റ് സെയിം സെറ്റപ്പാ വന്ന രണ്ടും കൂടെ. അതൊക്കെ അവള് തന്നെ കിട്ടി. അതിന്റെ താഴെ ഇറങ്ങിയിരുന്ന പോയിന്റ് ക്യാച്ച് ചെയ്ത് പിടിച്ച പോയിന്റ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേ. എല്ലാരും പോയിന്റ്സ് അപ്ഡേറ്റ് ചെയ്തോ. കാര്യമായി ഒരു വല്ലാത്തൊരു ഏരിയയാണ്. അപ്പൊ അതാണ് ഇപ്പൊ ബ്രേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഹോൾഡ് ചെയ്യാൻ നിന്നില്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ. ഞാൻ ആ ഒരു പ്ലാനിൽ ഇരുന്നാണ്. പിന്നെ അവിടെ എക്സിറ്റ് ആയ മീൻസ് ഇവിടെ ഹൈ എടുത്തിട്ട് അതും ഹൈ ഇതാക്കിയത്. ഞാൻ ബ്രേക്ക് വെച്ചിരിക്കുവായിരുന്നു. എന്റെ പ്രോഫിറ്റ് ഇത് പോയിട്ട് ഓൾമോസ്റ്റ് ബ്രേക്ക് ഇവൻ ആവാറായതാ. അത് ഞാൻ നോക്കിയേ മൂവ്മെന്റ് കിട്ടുന്നു. ഞാൻ പക്ഷെ ട്രേഡിംഗ് ശ്രദ്ധിച്ചില്ല. ഞാൻ മറ്റേ ചാർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന് പോയിട്ട് എടുത്ത് ഹോൾഡ് ചെയ്തായിരുന്നു ബ്രേക്ക്. ആർക്കൊക്കെ ട്രേഡ് കിട്ടിയില്ല? എല്ലാവരും കിട്ടിയോ? പിന്നെ ജിബിനെ എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ആരും എടുക്കാൻ ട്രേഡിംഗ് വ്യൂല് ഭയങ്കര മൂവ്മെന്റ് കയറുന്നുണ്ട്. പക്ഷേ കയറുന്നില്ല. ഇതിങ്ങനെ എല്ലാവരും നേരത്തെ വരിക. നമ്മൾ ഒരു രക്ഷയില്ലാത്ത മൂവ്മെന്റ്. പക്ഷെ വലിയ സുഖമില്ല. ട്രേഡിംഗ് വ്യൂല് ഭയങ്കര മൂവ്മെന്റ്, ഇതിന് മാത്രം മൂവ്മെന്റ് ഇല്ലാത്തയോ സംതിങ് അല്ലെ. വലിയ സുഖമുള്ള ഓർഡേഴ്സ്, മാസീവ് ഓർഡേഴ്സ് ആണ്. വലിയ സുഖം എവിടെയോ ഒരു നോക്കി എടുത്താൽ മതി ട്രേഡ്സ്. ബാക്കി ഇനി എടുക്കുന്നെങ്കിൽ
കുറച്ച് ബിസിയാണ്, അതുകൊണ്ട് വെളിയിലാണ്, ലൈവ് നോക്കാൻ പറ്റുന്നില്ല. പിന്നെ ടൈം കിട്ടുന്നതിനനുസരിച്ച് ചെറിയ കോണ്ടാക്ട് ട്രേഡ്സ് ആക്കി ബ്രോ. മെയിൻ ടീംസ് ഇല്ലല്ലോ എന്തോ മെയിൻ ആയിട്ടുള്ള കുറച്ച് പേരുണ്ടല്ലോ, അവരൊക്കെ ഇല്ല. ഒരു നെക്സ്റ്റ് വീക്ക് വേണം എവിടെ കളിക്കേ. എല്ലാരും ജോലി തിരക്കില്ല, ട്രേഡ് എടുത്തിട്ടില്ല. അതെന്തുറ്റി ബ്രോ ലേറ്റ് ആയി പോയായിരുന്നു കാണാൻ? അതെ കുറച്ചേരെ കാണാനില്ല. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോ അതെ, ഇത് ട്രേഡ് എടുത്തിട്ടില്ല, വർക്ക് ഉണ്ടായി. ബട്ട് ഐ വാസ് മോണിറ്ററിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് പേരായിരുന്നു ആദ്യം കയറി, അവരൊക്കെ പോയി തിരിച്ചു ജോലിക്കുന്നത്. വെക്കേഷൻ കഴിഞ്ഞ് പ്രോപ്പർ ആയിട്ട് മതി എടുത്തില്ലേലും കുഴപ്പമില്ല. എനിക്ക് ഒരുമാതിരി ഓർഡേഴ്സ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഈ ഫൈനാൻസ് അതൊരു സ്കാൽപ്പ് പോലത്തെയാണ്. അത്യാവശ്യം ഒരു 50 പോയിന്റ് അതൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര വലിയ പോയിന്റ്സ് ഒക്കെ. പിന്നെ മെയിൻ ഒരു സാധനം ഉണ്ട്, അതാണെങ്കിൽ അനന്തന്റെയും എന്റെയും ആ ഒരു സെറ്റപ്പ് സെയിം ആയിട്ട് വരികയാണെങ്കിൽ ഒന്നും നോക്കേണ്ടത് ഹോൾഡ് ചെയ്യാം, ഇല്ലെങ്കിൽ പണിയാണ്. ട്രേഡ് മിസ്സായോ? ഇപ്പൊ പറഞ്ഞു ഒരു മെയിൻ സെറ്റപ്പ് അങ്ങോട്ട് വരുന്നില്ല. കറന്റ് മാർക്കറ്റിന് ലോൺ പിടിക്കാൻ പറ്റില്ല. അതാ ഈ ബഡ്ജറ്റ് ഒക്കെ അല്ലേ മുളച്ചാലിച്ച് കൂടിക്കൊണ്ടിരിക്കും. മാർക്കറ്റ് അനുസരിച്ച് മൂവ് ചെയ്ത് പോവാം. പക്ഷെ ഇന്നത്തെ എന്തൊരു മോളിൽ കിട്ടിയിട്ട് അതെ, കറന്റ് മാർക്കറ്റ് സ്കാൽപ്പിംഗ് ആക്ച്വലി ഒരു സ്കാൽപ്പ് പറയാൻ പറ്റൂല. സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് അങ്ങനെ ആടാറില്ല ആക്ച്വലി. പിന്നെ എന്താ പറയാ, ഈ നമ്മുടെ റീസെന്റ് കണ്ടോ വലിയ എക്സൽ ഒക്കെ വെച്ചിട്ട് ചെറിയ പോയിന്റ് ഒക്കെ അയ്യോ, ഞാൻ കണ്ടായിരുന്നു ലൈവ് സ്ട്രീമില് പോയിട്ട് അതിന്റെ താഴെ വന്നെ ഗ്രീൻ അത്. പക്ഷെ ഭയങ്കര ബിഗിനേഴ്സ് ഒക്കെയാണ് അങ്ങനെ പോകുന്നത്. ചിലപ്പോ അവർക്ക് 3 TP അടിച്ചിട്ട് 4ാമത്തെ രസം അതെല്ലാം പോകത്തില്ലേ, പിന്നെ ഫുൾ എമൗണ്ട് നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഗ്രീൻ ആക്കുക കൺസിസ്റ്റന്റ് ആയിട്ട് മന്ദന്റ് ഗ്രീൻ ഒക്കെ ആയിട്ട് ഒരു 1 ഇയർ പോയാ പിന്നെ തിരിഞ്ഞു നോക്കാം. ഇപ്പോഴും ഹയർ ഹൈ ഉണ്ടാക്കിയില്ല കേട്ടോ. സാറ്റർഡേ ലൈവ് ട്രേഡ് വരുന്നു. ട്രേഡിംഗ് നല്ല ഇല്ലില്ല. സാറ്റർഡേ ബഡ്ജറ്റ് അല്ലേ, ബഡ്ജറ്റ് ട്രേഡ് ആണെങ്കിൽ എന്തിനാ വെറുതെ അടിച്ചു കളയാൻ, വെറുതെ വാച്ച് ചെയ്യുക. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേ നമുക്കൊരു ടെംപ്ടേഷൻ തോന്നുന്നു, ഒരെണ്ണം ചെറുതെടുത്താലോ. വോളിയം ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ബഡ്ജറ്റ് ഇലക്ഷനൊക്കെ അങ്ങനെയാണ്. ഈ സാറ്റർഡേ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, ബട്ട് ചിലപ്പം ഹൈ വോളറ്റാലിറ്റി ആയി വരാൻ ചാൻസ് ഉണ്ട്. കാര്യം കുറെ പേര് മീൻസ് ട്രേഡിങ് അറിയാത്തവര് തന്നെ കൊണ്ട് ഫണ്ട് ഇടുന്ന ദിവസമാണ് ഇതൊക്കെ. ഞാൻ സാറ്റർഡേ ചിലപ്പോഴും ഇവിടെ ബഡ്ജറ്റ് ലോങ് സ്ട്രാഡിൽ ഇല്ല ബ്രോ. അത് നമുക്ക് തന്നെ ഫുൾ വോളറ്റൈലായിരിക്കും. നമ്മള് SL പിന്നെ എന്തിനാ വെറുതെ അന്നുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാണ്ട് റിസ്ക് എടുക്കും. കൊച്ചിക്ക് വരുന്നുണ്ടോ ഈ ആഴ്ച? ഞാൻ പറയാവേ, ഒരു പരിപാടി ഉണ്ട്, വൈകുന്നേരം പറയാം. ഇല്ലെങ്കിൽ വെറുതെ എടുക്കണ്ട, വലിയ സുഖമില്ല. ഇന്ന് നമ്മള് പ്ലാൻ ചെയ്തത് വെച്ചിട്ട് ഈ ഒരു ഏരിയയിലോട്ട് പ്രൈസ് തിരിച്ച് അക്സസ് ചെയ്ത ഒരു ബൈ നോക്കായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു കൈൻഡ് ഓഫ് ഓർഡേഴ്സ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. അത് അല്ലെങ്കിൽ പ്രോപ്പർ രീതിക്ക് പ്രൈസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതാണ് വിചാരിച്ചത്. പക്ഷെ അതും ആയിട്ടില്ല. പ്രൈസ് ഒരു പുതിയ ഹൈ പ്രോപ്പറായിട്ട് ഉണ്ടാവുന്നില്ല. ഓർഡേഴ്സും കുറവാണ്. നമുക്ക് ഇന്നത്തേക്ക് എൻഡ് ചെയ്യാം. ഒരു പ്രോപ്പർ സെറ്റപ്പ് ഇല്ല. നമുക്ക് നാളെ നോക്കാം. എന്തായാലും ഞാൻ ഇന്നത്തേക്ക് എൻഡ് ചെയ്യുവാണ്. ഇൻ കേസ് നിങ്ങൾ പേഴ്സണലി ട്രേഡ് നോക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇന്ന് നോക്കുന്നുണ്ടെങ്കിൽ പോലും സെല്ല് വല്ലതും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഏരിയയുടെ താഴെ ബ്രേക്ക് ആയി മാത്രമേ സെല്ല് പ്ലാൻ ചെയ്യാവുള്ളൂ കേട്ടോ. ആരെങ്കിലും എടുക്കുക, എനിക്കൊന്ന് അത്യാവശ്യം എല്ലാവരും ട്രേഡ് എടുത്തിട്ടുണ്ട്. ന്യൂസിന് വരാൻ ചാൻസ് കുറവാണ്. നമ്മൾ ആ ഏരിയയിലോട്ട് പ്രൈസ് വരുന്നില്ല. പിന്നെ ട്രേഡിംഗ് ഓപ്ഷൻ ചാർട്ട് നമ്മൾ നല്ല വേരിയേഷൻ ഉണ്ട്. നമുക്ക് അത്ര ഫേവറബിൾ അല്ല അങ്ങനത്തെ കണ്ടീഷൻ. ഓക്കെ ബ്രോ, അപ്പൊ നാളെ കാണാം. എന്തായാലും നാളെ നമുക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ ബഡ്ജറ്റ് എവിടെയും പോവാം, നമുക്ക് നോക്കാം. ഓക്കെ, ശരി.